ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യം കർണാടകയിലും തമിഴ്നാട്ടിലും വോട്ട് പിടിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവർ ദേശവിരുദ്ധ അജണ്ടകളും പ്രീണനങ്ങളും മുന്നോട്ട് വെക്കുന്നുവെന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അജണ്ട കാശ്മീരിൻ്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുകയാണെന്നും മോദി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലെ BJP റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൻ്റെ പിതാവും മുത്തശ്ശിയുമടക്കം നിരവധി പ്രധാനമന്ത്രിമാരെ താൻ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ജനങ്ങളോട് ഇതുപോലെ നുണ പറയുന്ന രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദിയെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. തൻ്റെ മുത്തശ്ശിയും പിതാവും രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. ഞങ്ങളുടെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കഷ്ണങ്ങളായാണ്. മൻമോഹൻ സിംഗ് രാജ്യത്ത് വിപ്ലവം കൊണ്ടുവന്നു. അടൽ ബിഹാരി വാജ്പേയി കുറഞ്ഞപക്ഷം ഒരു സംസ്കാരമുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ താൻ ജനങ്ങളുടെ മുന്നിലാണ് സംസാരിക്കുന്നതെന്നും അവരോട് സത്യം പറയണമെന്നും ചിന്തിക്കുക പോലും ചെയ്യാത്തയാളെന്നും മോദിയെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവേദ്കറെ കണ്ടതെന്നും ജയരാജൻ മുഖ്യമന്ത്രിയെ ഒറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊണ്ടു നടന്നതും നീയെ, ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജീർണത ബാധിച്ച പാർട്ടിയായി മാറിയോ എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രി എന്താണ് പ്രകാശ് ജാവേദ്കറുമായി സംസാരിച്ചതെന്നും CPM നേതൃത്വം പറയണമെന്നും EP ജയരാജനെതിരെ ഏതുവരെ CPMന് പോകാൻ കഴിയുമെന്ന് സംശയമുണ്ടെന്നും എല്ലാം പിണറായിക്ക് അറിയാമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. EP ജയരാജൻ നടത്തിയ തുടർന്ന് പറച്ചിൽ പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചെന്ന റിപ്പോർട്ട്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം BJPയുടെ മുതിർന്ന നേതാവുമായി വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയത് നിസ്സാരമായി കാണാനാവില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേരുന്നത് പാർട്ടി ആയുധമാക്കുമ്പോൾ ഈ ചർച്ച വൻ തിരിച്ചടിയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വൈകിയത് UDF കേന്ദ്രങ്ങളിലെന്ന പ്രചാരണം തോൽവി ഭയന്നെന്ന് ആരോപിച്ച് വടകരയുടെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. വടകരയിൽ മാത്രമല്ല എല്ലായിടത്തും വോട്ടെടുപ്പ് വൈകിയെന്നും ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് കരുതിക്കൂട്ടി വൈകിപ്പിച്ചെന്നും കരുതുന്നില്ലെന്നും ശൈലജ പറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ഒന്നാം പ്രതി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. വോട്ടിങ്ങിൽ BJP CPM ഡീൽ നടന്നിട്ടുണ്ടെന്നും EP ജയരാജൻ. BJP ചർച്ചയുടെ ഭാഗമായി CPMലെ ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും മുരളീധരൻ ആരോപിച്ചു. BJPയുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് നടന്നുവെന്നും ഇതിനെതിരെ പരാതി നൽകിയപ്പോൾ കള്ളവോട്ടിന് നല്ല സർട്ടിഫിക്കറ്റാണ് BLOമാർ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടിങ്ങിൽ കാലതാമസമുണ്ടായെന്ന് ജോസ് കെ മാണി. 1 മിനിറ്റിൽ 3 വോട്ട് മാത്രമാണ് പല ബൂത്തുകളിലും ചെയ്യാനായതെന്നും 3-4 മണിക്കൂർ ക്യൂ നിന്ന ശേഷം ആളുകൾ വോട്ട് ചെയ്യാനാതെ മടങ്ങിപ്പോയെന്നും ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ വൈകിപ്പിച്ചതായി കരുതുന്നില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ബില്ലുകളെല്ലാം നേരത്തെ ഒപ്പിട്ടിരുന്നതാണെന്നും അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമയമെടുത്തതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനം കോടതിയെ സമീപിച്ചതിന് ഇതിനുമായി ബന്ധമില്ലെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു. ₹1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ച് ഗോകുലം ഗോപാലൻ. CMRL ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചെന്നും തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും നോട്ടീസിൽ പറയുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണങ്ങളിൽ മറുപടി നൽകാൻ തൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നും ആരോപണം പൂർണ്ണമായി തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങിയെന്ന് നാട്ടുകാർ. കളപ്പുരയ്ക്കൽ ജോസഫിൻ്റെ 2 പശുക്കിടാങ്ങളെ കടുവ പിടിച്ചു എന്ന് സംശയം. 1.5 മാസം പ്രായമുള്ള പശുക്കിടാങ്ങളെ മേയാൻ വിട്ടപ്പോഴാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം 2:30 കടുവ ഇറങ്ങിയത്. തൊട്ടടുത്ത കർണാടക കാടുകളിൽ നിന്ന് കടുവ എത്തിയതാകാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ ഈ സമയത്ത് സാധ്യത കൂടുതലാണെന്നും അതിനാൽ പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ടത്ര ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിലുണ്ട്. BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് P ചിദംബരം. മോദി സർക്കാർ മാറി BJP സർക്കാർ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണം. ഇന്നലെ മുതൽ NDA സർക്കാർ എന്നാണ് പ്രയോഗം. കോൺഗ്രസ് പ്രകടനപത്രികയെ അവഗണിച്ച മോദി ഇപ്പോൾ പ്രകടനപത്രിക പരിഗണിക്കുന്നുവെന്നും ചിദംബരം പരിഹസിച്ചു. കർണാടകയിലെ ചാമരാജനഗർ മണ്ഡലത്തിലെ സംഘർഷമുണ്ടായ സ്ഥലത്ത് റീപോളിംഗ് നടത്തും. ഇൻഡിഗനമട്ടയിലെ ബൂത്തിലാണ് നാളെ വീണ്ടും വോട്ടെടുപ്പ് നടത്തുന്നത്. വോട്ട് ബഹിഷ്കരണത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ നാട്ടുകാർ പോളിംഗ് ബൂത്തുകൾ ആക്രമിക്കുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റീപോളിംഗ് നടക്കുന്ന ദിവസം കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിൻ്റെ ഭാഗമായാണ് തൻ്റെ അറസ്റ്റെന്ന് അരവിന്ദ് കെജ്രിവാൾ. EDയുടെ വാദങ്ങൾ തള്ളി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ്
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മദ്യനയ അഴിമതി പണം ചെലവഴിച്ചു എന്നത് EDയുടെ ആരോപണം മാത്രമാണ്. ആ ആത്മീയുമായി ബന്ധപ്പെട്ട ഒരു രൂപ പോലും കള്ളപ്പണമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ കെജ്രിവാൾ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. മദ്യനയ കേസിലെ ED അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി. ഈസ്റ്റ് ഡൽഹിയിൽ പ്രചാരണത്തിൻ്റെ ഭാഗമായി വൻ റോഡ് ഷോ നടത്തിയാണ് സുനിത കെജ്രിവാൾ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഏകാധിപത്യം ഇല്ലാതാക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാനും AAPക്ക് വോട്ട് ചെയ്യണമെന്നും അവർ അഭ്യർത്ഥിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഹെലികോപ്റ്ററിൽ കയറുന്നതിനിടെ കാൽ തട്ടി വീണു. ഹെലികോപ്റ്ററിനകത്ത് കയറിയ ഉടനെ കാൽ തെറ്റി വീഴുകയാണ്. വീഴ്ചയിൽ മമതയ്ക്ക് നേരിയ പരിക്ക് മാത്രമേ പറ്റിയുള്ളൂ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആളുകളുടെ ഭൂമിയും സ്വത്തുമെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രിക്കും മറ്റ് BJP നേതാക്കൾക്കും പുറമെ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുടെ പിന്നിൽ വൈദേശിക ശക്തികൾ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. BJPയുടെ 400 സീറ്റിൽ വിജയിക്കുമെന്ന മുദ്രാവാക്യം ഇപ്പോൾ 400 സീറ്റിൽ പരാജയപ്പെടും എന്നായി മാറിയിട്ടുണ്ടെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും കനൗജ് മണ്ഡലത്തിലെ SP-യുമായ അഖിലേഷ് യാദവ്. ഇപ്പോൾ അവർ ഭരണഘടനയെക്കുറിച്ചും സംവരണത്തെക്കുറിച്ചുമാണ് പറയുന്നതെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർത്തു. മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് OTTയിലേക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം എത്തുന്നത്. മെയ് 5 മുതൽ ചിത്രം സ്ട്രീമിൽ ആരംഭിക്കും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.